പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാർത്താ ദിനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചുറ്റിപ്പറ്റിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസ് നേതാവിലാണ്. സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം കോൺഗ്രസ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെ MLA ആയി തുടരുകയാണ്. പക്ഷേ രാഹുൽ ഒളിവിലാണ്. രാഹുൽ ഒളിവിലായിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. അതീവ ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് ഇതിനോടകം തന്നെ അതിജീവിതം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപ്രകാരം ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകൾ ആണ് ഇപ്പോൾ രാഹുലിന് എതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നത് നമുക്കറിയാം. IT ആക്ട് പ്രകാരമുള്ള കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുന്ന കേസുകൾ. ആ കേസിന്റെ വിശദാംശങ്ങളടക്കം പ്രേക്ഷകർക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അവിടെയാണ് ഈ 6 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ സാധിക്കാത്തത്? പ്രത്യേകിച്ച് അങ്ങേയറ്റം ഗൗരവമായ വകുപ്പുകൾ ചുമത്തിയിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ലേ എന്ന ചോദ്യം ഉയരുകയാണ്. 6 ദിവസമായി രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ തുടരുമ്പോൾ രാഹുലിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള കഠിനമായ ശ്രമത്തിൽ ആണ് പോലീസ് എന്നതാണ് പോലീസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ. ഒപ്പം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ആളുകളെ അടക്കം ഇപ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത് ഒരിക്കൽ കൂടി വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഈ വകുപ്പുകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് നമ്മൾ പ്രേക്ഷകരുമായി ആശയവിനിമയം നടത്തിയതാണ്. ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ബലാത്സംഗ കുറ്റം മാത്രമല്ല, തുടർച്ചയായി തന്നെ ബലാത്സംഗം ചെയ്യുന്നു, അധികാരത്തിലിരുന്നു കൊണ്ട് ബലാത്സംഗം ചെയ്തു എന്നത് അടക്കമുള്ള ഗൗരവമേറിയ വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. ഇത്തരം ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തപ്പെട്ട ഒരു MLA ആണ് ഒളിവിലുള്ളത്. ഇപ്പോൾ ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നു. അതായത് എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടൻ രക്ഷപ്പെട്ടത്, ആരുടെ വാഹനത്തിലാണ് രക്ഷപ്പെട്ടത് എന്നത് സംബന്ധിച്ച ചില വിശദാംശങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുപ്രകാരം രാഹുൽ മാങ്കൂട്ടം ചുവന്ന കാറിലാണ് രക്ഷപ്പെട്ടത് എന്നും അത് നടിയുടെ കാറിൽ ആണ് രക്ഷപ്പെട്ടത് എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യൻ ആണ് ചേരാൻ പോകുന്നത്. അങ്ങനെ ഡാനിലേക്ക് ആണ് വളരെ പെട്ടെന്ന് നമുക്ക് പോകേണ്ടത്. ഡാൻ കുര്യൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാൻ, ഇതാ 6 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. എന്നിട്ടും രാഹുലിനെ കണ്ടെത്താൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്താണ് പോലീസ് ഇപ്പോൾ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അറസ്റ്റിലേക്ക് കടക്കാതെ ഇരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തിടുക്കത്തിൽ ഒരു അറസ്റ്റിലേക്ക് കടക്കുകയും ഏതെങ്കിലും വിധേനെ MLA എന്ന പ്രിവിലേജ് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് കോടതി നാളെ ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അതൊരു ഹീറോ പരിവേഷം നൽകുന്ന തരത്തിലേക്ക് വലിയ പ്രചാരണം നടക്കും. അങ്ങനെ ഒരു പ്രചാരണത്തിന് ബോധപൂർവം അവസരമുണ്ടാക്കേണ്ട. മാത്രമല്ല, ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്ന കേസിൽ പ്രതികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നതിലൂടെ കോടതി അലക്ഷ്യമായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തിടുക്കത്തിൽ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കാതിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ADGP H. വെങ്കടേഷാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഊർജിതമാക്കാനുള്ള നിർദ്ദേശം കൊടുത്തത്. പക്ഷേ സംസ്ഥാനത്തിനകത്ത് രാഹുൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് കോയമ്പത്തൂരിലേക്കും സേലത്തേക്കും ഉൾപ്പെടെ പരിശോധന വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും കൃത്യമായ ഒരു ഇടപെടൽ, അതായത് രാഹുൽ എവിടെയെന്ന് ഇന്നലെ, അതായത് ഡാൻ, ഇതിൽ പല വെല്ലുവിളികളാണല്ലോ പോലീസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
ഒന്ന്, രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ട ദിവസം അല്ലെങ്കിൽ ഒളിവിൽ പോയ ദിവസം എന്നത് വ്യാഴാഴ്ചയാണ്. ഈ വ്യാഴാഴ്ചയാണ് യുവതിയുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയ ദിവസം. അന്ന് രാഹുൽ പോയതിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ ഫ്ളാറ്റിൽ നിന്ന് ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ, അതായത് രാഹുലുമായി ചേർന്ന് നിൽക്കുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുവാനുള്ള എല്ലാ വഴികളും അടയ്ക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഒപ്പം വിചിത്രമായ ചില റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭിച്ചിരുന്നു. അതായത് CCTVകൾ ഒഴിവാക്കിയാണ് രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടത്. അതായത് പോലീസിന്റെ CCTVകൾ ഉള്ള പ്രദേശത്തു കൂടിയല്ല രാഹുൽ മുങ്ങിയിട്ടുള്ളത് എന്നതൊക്കെയാണ്. അതിപ്പോൾ ഏത് വാഹനത്തിലാണ് രാഹുൽ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ പല വാഹനങ്ങൾ മാറിക്കയറിയോ, ഇതൊക്കെ വളരെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ്. പക്ഷേ ഇപ്പോഴും രാഹുൽ പോയ വഴി ഏത് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണോ ഉള്ളത്? ഈ നടിയുടെ വാഹനം, അതിനെ മാത്രമാണോ കേന്ദ്രീകരിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നത്? അഭിലാഷ്, അതിൽ നമ്മൾ എടുത്തു കാണേണ്ട കാര്യം, ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ സജീവമായിരുന്നു, പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്തിലടക്കം. അതുകൊണ്ട് തന്നെ ഈ പല സ്ഥലങ്ങളിൽ പ്രതിഷേധമുണ്ടായി, ചിലയിടത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. അങ്ങനെ പല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ രാഹുൽ മാങ്കൂട്ടം ഉള്ള സ്ഥലം പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യുവതി കൈമാറിയിരിക്കുന്നുവെന്ന വിവരം പുറത്തായതിന് പിന്നാലെ, അത് വാർത്തകളായി വരുന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നത്. അതായത് പോലീസിന്റെ സർവൈലൻസ് രാഹുൽ ഉള്ള സ്ഥലത്ത് ഉള്ളപ്പോൾ തന്നെയാണ് രാഹുൽ അപ്രത്യക്ഷനാകുന്നത്. സ്വാഭാവികമായി രാഹുൽ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരിക്കുക അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് തന്നെയായിരിക്കാം, അവിടെ നിന്നായിരിക്കാം മടങ്ങിയിരിക്കുന്നത് എന്നാണ് വിവരം. അതുകൊണ്ടായിരിക്കുമല്ലോ ആ ദിവസത്തെ DVRൽ നിന്ന് ആ ദിവസത്തെ ദൃശ്യങ്ങൾ മാത്രം ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവനടിയുടെ, തന്റെ സുഹൃത്തായ ഒരു നടിയുടെ സ്വകാര്യ വാഹനത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് പുറത്തുവരുന്ന വിവരം. പോയത് ഒരു റിസോർട്ടിലേക്കാണ്, ഒരു ഫാം ഹൌസിലേക്കാണ് എന്ന സൂചനകൾ ആദ്യം പോലീസിൽ ലഭിച്ചു. അതിനു പുറകെ മംഗല ഡാം, അതോടൊപ്പം കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധന നീളുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കൃത്യമായൊരു സൂചന ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഇടയ്ക്ക് ഓണാകുകയും ഓഫാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് പല സ്ഥലങ്ങളിലാണ്. അതായത് രാഹുലിന്റെ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ ഡീവിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റാരുടെയോ കൈവശമാണോ എന്നൊരു സംശയം ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അടുത്ത ബന്ധുക്കൾ അടക്കം പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തുടരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ എവിടെയെന്നൊരു സൂചന അന്വേഷണ സംഘത്തിന് കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കടുത്ത നീക്കത്തിലേക്ക്, അതായത് ഒരു തുടർ നീക്കത്തിലേക്ക് കടക്കാതിരിക്കുന്നത് കോടതി ഈ കേസ് നാളെ പരിഗണിക്കുന്നതുകൊണ്ട് തന്നെയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ തീരുമാനം വരുന്നതിന് പിന്നാലെ എന്താകും പോലീസ് നടപടി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. യെസ് ഡാൻ, തീർച്ചയായും ഡാൻ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. തുടരുക, ഞാൻ ഡാനിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. അതായത് ഡാൻ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറഞ്ഞു വെക്കുന്നത് ശ്രദ്ധിച്ചു കാണും. നിലവിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തും ആരംഭിച്ചിട്ടുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ഘട്ടത്തിൽ തന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കം രാഹുൽ ആരംഭിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങൾ എന്നത് അത്രമേൽ കരുത്തുറ്റതാണ്. ഒരുപക്ഷെ രാജ്യത്ത്